بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 88 മറിയം സൂറത്തിൽ 71-ാമത്തെ ആയത്ത് മുതൽ കിടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നരകത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. സുമ്മന മിങ്കുല്യ ഷിയത്തിൻ അയ്യുഹും അഷദ്ദു അല റഹ്മാനി യത്തിയ സുമ്മല നഹ്നു അഅലമു ബില്ലദീന ഹും മൗലാ ബിഹാ സുലിയ. നരകത്തിൽ കിടന്ന് എരിഞ്ഞടങ്ങുവാൻ ഏറ്റവും അർഹരായ ആരാണ്, വ്യക്തികൾ ആരാണെന്ന് അള്ളാഹുവിന് നല്ല പോലെ അറിയാം എന്നതാണ് 70-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ നരകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് 70-ാമത്തെ ആയത്ത് വരേക്കും പറഞ്ഞിട്ടുള്ളത്. 71-ാമത്തെ ആയത്ത് നല്ലവരായാലും ചീത്ത ആളുകളായാലും നരകത്തിനെ സമീപിച്ച് അല്ലാതെ ഒരാളും ഉണ്ടാവില്ല, അവശേഷിക്കില്ല എന്നാണ്. അതായത് ഏത് മനുഷ്യനാണെങ്കിലും നരകത്തിൻ്റെ സമീപത്തു കൂടെ പോകേണ്ടി വരും. കാരണം നരകം അവർക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അതിൽ ശിക്ഷകളും ഇതൊക്കെ കാണാൻ കഴിയും. സജ്ജനങ്ങളാണെങ്കിൽ അവരും നരകത്തിൻ്റെ അതിയാണ്. സജ്ജനങ്ങൾ നരകത്തിൻ്റെ സമീപം വരുന്നതിന് അവർ പോകും വഴിക്ക് കാണുകയാണ്. അവരുടെ അൾബൂറ്, അതിനെ വിട്ടുകിടക്കൽ, അത് നരകത്തിൻ്റെ സമീപത്ത് കൂടിയാണ്. മോശമായ ആളുകളാണെങ്കിൽ അവർ നരകത്തിൽ വീഴും. അപ്പം പിന്നെ അവിടെ കാലാകാലം അവിടെ കഴിഞ്ഞുകൂടുന്ന വിധത്തിലാവും. അതായത് നല്ലവരായാലും സാലിഹ്യങ്ങളായാലും മോശക്കാരായാലും നരകത്തെ സമീപിക്കാതിരിക്കില്ല. സമീപിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സാലിഹ്യങ്ങൾ സമീപിക്കുന്നത് നരകത്തിലൂടെ, നരകത്തിൻ്റെ സമീപത്തിൽ കൂടെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. കാഫിരീങ്ങളാണെങ്കിൽ അവര് ജഹന്നമിൽ വീഴും. ഇത് അള്ളാഹു മുമ്പേ നിശ്ചയിച്ച കാര്യമാണ്. ഇതിലാർക്കും ഒരൊഴിവില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യമാണ്. ഇതിന് മാറ്റമില്ല എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ആയത്തിൻ്റെ വാക്കർത്ഥങ്ങൾ ഇപ്പോൾ പറയാം. വൈം മിങ്കും, നിങ്ങളിൽ നിന്ന് ആരുമില്ല. ഇല്ല വാരിദുഹ, ആ നരകത്തിനെ സമീപിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും സമീപിക്കും. കാന, ഇങ്ങനെ ഈ സമീപിക്കൽ ആയിട്ടുണ്ട്. അലാ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ മേൽ ഹത്മൻ മഖ്ദിയ, അത് നിർബന്ധമായി വിധിക്കപ്പെട്ട കാര്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റം വരില്ല. ലാ യുംകിൻ ഖുൽഫുഹു, ഒരു മാറ്റവും ഉണ്ടാവില്ല. എല്ലാവരും നരകത്തിൻ്റെ സമീപത്ത് കൂടി, സാലിഹ്യങ്ങളാണെങ്കിൽ നരകത്തിൻ്റെ സമീപത്ത് കൂടി പോകും. ആ പോകും വഴിക്ക് അവർക്ക് നരകവും അതിലെ ശിക്ഷയും കാണാൻ കഴിയും. അള്ളാഹുവിനെ വളരെയധികം സ്തുതിക്കും നരകം അവർ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ മറ്റുള്ളവരാണെങ്കിൽ നരകത്തിൽ വീഴുകയും ചെയ്യും. നരകം ആർക്കാണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അവരതിൽ വീഴുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മാമിങ്കും മിൻ അഹദിൻ മിൻ ബിർറിൻ വ ഫാജിറിൻ, നല്ലവരായാലും മോശക്കാരായാലും ഒരാളുമില്ല നരകത്തിന് സമീപം വരാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും വരും. മോമിനിങ്ങൾ വരുന്നത് അത് സ്വർഗത്തിലേക്ക് പോകും വഴിക്കാണ് ആ നരകത്തിന് കാണാനും അത് സമീപിക്കാനും കഴിയുന്നത്. കാഫിറാണെങ്കിൽ നരകത്തിൽ വീണ് അവിടെ സ്ഥിരതാമസക്കാരും ആക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ ഈ സാമീപ്യം ഉണ്ടാവല്, നരകത്തിൻ്റെ സാമീപ്യം വരിക എന്നുള്ള കാര്യം
അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പേ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. കാരണം ഇത് എല്ലാവർക്കും നരകം കാണാനുള്ളൊരു ഒരു സന്ദർഭം അവിടെ കിട്ടും. സാലിഹ്യങ്ങൾക്ക് നരകം കണ്ട് അതിനുള്ള ശിക്ഷയെ പറ്റിയൊക്കെ ആകുമ്പോൾ അള്ളാഹുവിനെ വളരെയധികം സ്തുതിക്കുകയാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ. പടച്ചവനെ, എനിക്ക് ഈ ശിക്ഷയൊന്നും ഉണ്ടായില്ലല്ലോ, അള്ളാഹുവെ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ 1000 സ്തുതിച്ചാലും മതിയാവില്ല. അത്രയധികം അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ 72-ാമത്തെ ആയത്തിൽ പറയുന്നത് സുമ്മൻ ഉനജ്ജില്ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യ. സുമ്മൻ ഉനജ്ജി, പിന്നെ നമ്മൾ രക്ഷപ്പെടുത്തും, അല്ലദീന തഖൗ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മുത്തഖീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ സാമീപ്യം വന്ന ആളുകളിൽ മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് അയക്കും. വനദറുൽ ളാലിമീന, ളാലിമീങ്ങളെ നമ്മൾ ഒഴിവാക്കിയിടും. ഫീഹ, ആ നരകത്തിൽ ഉപേക്ഷിക്കും. ജിസിയ്യ, അവർ മുട്ടുകുത്തുന്ന പോകുന്നവരായ വിധത്തിൽ മുട്ടുകുത്തിയിട്ടാണ് നരകത്തിൽ പ്രവേശിക്കുക. ആ നരകത്തിൻ്റെ അവകാശികൾ നരകത്തിൽ പ്രവേശിക്കുന്നത് മുട്ടുകുത്തിയിട്ട്. നുനജ്ജില്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളാരാ? മുത്തഖീങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുകയും പിന്നെ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാടെ ഒഴിവായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തും ഇവർ. നുനജ്ജീന, അവർ നരകത്തിൻ്റെ സാമീപ്യം വന്നു എന്നല്ലാതെ ഒരു ആപത്തും അവർക്ക് സംഭവിക്കാതെ എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. നുനജ്ജി, പിന്നെ നാം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പോറലും ഏൽക്കുകയില്ല സാലിഹ്യങ്ങൾക്ക്. അവര് ഈ സാലിഹ്യങ്ങളാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ഇവരെ രക്ഷപ്പെടും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആ തഖ്വയുള്ള ആളുകൾ എന്നാണ്. തഖ്വയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ദുനിയാവിൽ ജീവിക്കുകയും ഒഴിവാവാൻ നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിരോധിച്ച കാര്യങ്ങളെ തൊട്ട് ഒഴിവാവുകയും ചെയ്ത ആളുകളാണ് മുത്തഖീങ്ങൾ. അങ്ങനെയുള്ള മുത്തഖീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നാണ് നുനജ്ജില്ലദീന തഖൗ എന്ന് പറഞ്ഞത്. പിന്നെ ലാലിമീങ്ങൾക്ക്, ലാലിമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് നരകമാണ്. ആ നരകത്തിൽ ഒഴിവാക്കി നരകത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനത്തെ ആളുകളെ. ജിസിയ്യ അവർ മുട്ടുകുത്തിപ്പോണം കേൾക്കും. പിന്നെ 73-ാമത്തെ ആയത്ത് وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا. وإذا تتلى عليهم, കാഫിറായ മുശ്രിക്കീങ്ങൾക്ക് ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ, വഹി വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കുമായിട്ട് ഖുർആൻ ഓതി കേൾപ്പിക്കാറുണ്ട്. അതേ നിലക്ക് ഇങ്ങനെ മുശ്രിക്കീങ്ങൾക്ക് ഓതി കേൾപ്പിക്കാനുള്ള ആ രംഗത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ വൈദാ തുത്ല അലൈഹിം, അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ട ആയാത്തുന, നമ്മളുടെ ആയത്തുകൾ, ഖുർആൻ ആയത്തുകൾ, ബയ്യിനാത്തിൻ, വളരെ വ്യക്തമായ ആയത്തുകൾ. വ്യക്തമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇജാസ് വളരെ വ്യക്തമാണ്, അതിൻ്റെ മീനിങ്ങും വളരെ വ്യക്തമാണ്. ആർക്കും അത് അറിയാത്ത രൂപത്തിലാവില്ല. വെറുതെ അറബികളാണല്ലോ. മുശ്രിക്ക് എന്ന് പറയുന്നത് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഭാഷപരമായിട്ട് അവർക്ക് നല്ല അറിവുണ്ടാവും. ആ ഭാഷയിൽ പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത്ര ലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി എന്നാണല്ലോ. ഖുർആനെ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് എന്നാണ്. ഖുർആൻ അങ്ങനെ അറബികൾക്ക് കേട്ടാൽ മനസ്സിലാകുന്ന വിധത്തിലുള്ള ഖുർആൻ ആയത്തുകൾ ധാരാളമുണ്ട്. പിന്നെ അതിൽ മുത്തശാബഹാത്തും ഉണ്ട്. അതെല്ലാവർക്കും അതേ നിരക്ക് തന്നെയാണ് മുത്തശാബഹാത്ത്. ഖുർആൻ മുഹക്കമാത്തായ ആയത്തുകൾ ധാരാളമുണ്ട്. ആ ആയത്തുകളൊക്കെ ആ ഒരു ബയാനും കൂടാതെ മനസ്സിലാക്കാനുള്ള കഴിവ് അവരുടെ ഭാഷപരമായിട്ട് അവർക്കുണ്ട്. അങ്ങനെ ഈ ഖുർആൻ അവർക്ക് ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവർ
ബയ്യിനാത്തിൻ്റെ ഖുർആന്റെ അമാനുഷികത വളരെ വ്യക്തമാണ്, അതിൻ്റെ മീനിങ്ങും വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ആയത്തുകൾ അവർക്ക് ഓതപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ആയത്തുകൾ അവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനെ എതിരിടാൻ ഒന്നുമില്ല. കാരണം അതിനെ തള്ളി പറയേണ്ട ഒരു ഘട്ടം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ വിഷയം മാറ്റുക എവിടേക്ക്? കാലല്ലദീന കഫറു, അപ്പോൾ ഈ കാഫിരിങ്ങൾ പറയും ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് പറയും അയ്യുൽ ഫരീഖൈനി, ഞങ്ങളും ഞങ്ങളും എന്ന രണ്ട് വിഭാഗം. നിങ്ങളെന്ന് പറയുന്നത് മുശ്രിക്കീങ്ങൾ, അല്ല അവർ പറയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ, ഞങ്ങൾ എന്ന് പറയുന്ന മുശ്രിക്കീങ്ങൾ. ഈ രണ്ട് വിഭാഗത്തിൽ ആരാണ് ഖൈറും മഖാമൻ, സ്ഥാനം വളരെ മെച്ചപ്പെട്ട ആളുകൾ ആരാണ്? അഹ്സനു നദിയ, നല്ലോണം ആൾ സ്വാധീനമുള്ളവരും ആരാണ് എന്നുള്ളത് അവർ പറയും. ഇതിങ്ങനെ അവർ വിഷയം മാറ്റിയിട്ട് വേറൊന്നിലേക്ക് അവർ പോവുകയാണ്. കാരണം ഇത് മാറ്റാൻ കാരണം എന്താ? ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ചാൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത്, അതല്ലാതെ ഇതൊക്കെ പറയാം. ഇതെന്താ അവരിങ്ങനെ പറയണം? ഞങ്ങൾ ദുന്യാവിൻ്റെ സുഖസൗകര്യങ്ങൾ നല്ലവണ്ണം ആസ്വദിച്ച് സുഖസന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കതില്ലല്ലോ. കാഫിറ് മുഅ്മിനീങ്ങളോട് പറയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ നല്ല സ്വാധീനമുള്ള ആളുകളുമാണ്, നിങ്ങൾക്കും അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ വളരെ പുച്ഛിച്ച് സംസാരിക്കുന്ന ഒരു രംഗാണ്. ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവർ വിഷയം മാറ്റിയിട്ട് ഈ നിലക്കുള്ള വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ പുച്ഛിക്കുന്ന നിലക്ക് സംസാരിക്കുക, ഇതാണ് അവരുടെ ശൈലി. അങ്ങനെ ആയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുക. അതാണ് 74-ാമത്തെ 75-ാമത്തെ ആയത്തിൽ അതിനുള്ള മറുപടി കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട വകം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അഹ്സനു അസാസൻ വരിയാ. വകം അഹ്ലക്നാ, എത്രയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്? എത്ര മിൻ ഖർനിൻ ഖബ്ലഹും, ഇവർക്ക് മുമ്പുള്ള ജനതയിൽ നമ്മൾ വല്ലാതെ നശിപ്പിച്ചിട്ടുണ്ട് ആളുകളെ. മിൻ ഖർനിൻ, തലമുറകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. കം, എത്രയോ അഹ്ലക്ന, നമ്മൾ നശിപ്പിച്ചു, ഖബ്ലഹും, ഇവർക്ക് മുമ്പ്, മിൻ ഖർനിൻ, തലമുറകളെ, ഹും, അവർ, അഹ്സനു അസാസൻ, അവരുടെ ജീവിത സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതായിരുന്നു, അതിനനുസരിച്ചുള്ള സാമഗ്രികൾ ഉണ്ടായിരുന്നു, അവർക്ക് വളരെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചവരായിരുന്നു. വരിയ, അവർ വളരെ ആർഭാടത്തിലും ജീവിച്ച ആളുകളാണ്. ഒന്നിനും ഒരു വിഷമമില്ലാതെ ദുന്യാവിൽ ഇവർ പറഞ്ഞ ഈ സുഖസൗകര്യങ്ങളൊക്കെ ഈ കിട്ടിയിട്ട് നല്ല സുഖത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. അങ്ങനെയുള്ള എത്രയോ തലമുറകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ പറയണ്ട, നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കണ്ട. പിന്നെ മുഅ്മിനീങ്ങളോട് നിങ്ങൾ അത്ര പുച്ഛിച്ച് സംസാരിക്കണ്ട. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുമ്പ് കണ്ടിട്ട് അതനുസരിച്ച് അവർ ധിക്കാരപൂർവം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ഒരു നിലക്കും അനുസരിക്കാതെ ധിക്കാരം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവരെല്ലാവരും നശീകരണത്തിന് വിധേയമായ അനുഭവമാണ്. ആയതുകൊണ്ട് നിങ്ങൾ കസീറും മിനൽ ഉമമിൽ മുക്കദ്ദിബീന ബിആയാതിന, നമ്മളുടെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിനെ കളവാക്കിയിരുന്ന സമുദായം, അവരെ നാം നശിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ട് കാനു അക്സറ മിൻ ഹൗലായി, നിങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അവര് ആളുകളും കൂടുതലാണ്, അവര് സുഖസൗകര്യങ്ങളും നിങ്ങളെക്കാൾ കൂടുതൽ അനുഭവിച്ച ആളുകളാണ് അവരൊക്കെ. അതുകൊണ്ട് അവരാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുള്ള ആളുകളായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് തലമുറകളായിട്ട്. ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ മുഅ്മിനീങ്ങളോട് അങ്ങനെ അഹങ്കരിക്കേണ്ട, നിങ്ങൾ അവരെ പുച്ഛിച്ച് സംസാരിക്കേണ്ട എന്നുള്ളതാണ് 74-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു. 75-ാമത്തെ ആയത്തിൽ ഖുൽ മൻ കാന ഫിൽ ളലാല, ഖുൽ മൻ കാന ഫിൽ ളലാലതി ഫൽയംദുദ് ലഹു റഹ്മാനു മദ്ദ ഹത്താ ഇദാ റഅൂ മാ യുഅദൂന ഇമ്മൽ അദാബ വഇമ്മ സ്സാഅത ഫസയഅലമൂന മൻ ഹുവ ശർറും മകാനൻ വഅദഅഫു ജുൻദാ. ഖുൽ,
നബി അവരോട് പറയണം, മൻഖാന ഫിൽ ദലാലത്തി, ആരെങ്കിലും ദലാലത്തിലായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫൽ എംദുദ് ലഹുർ റഹ്മാനു, റഹ്മാനായ അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുക്കും മദ്ദ, ഒരു അവധി, ഒരു നീട്ടിക്കൊടുക്കും, അവർക്ക് ഒരു അവധി കൊടുക്കും. ഹത്തായിതാറാവും, അങ്ങനെ അവർ കണ്ടു കഴിഞ്ഞാൽ, മായുവാദൂന, അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടതിനെ അവർ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞാൽ, മുന്നറിയിപ്പ് നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തങ്ങളെ അവർ കണ്ടു കഴിഞ്ഞാൽ അത് ഇമ്മല്ലാതാപ, ഒന്നുകിൽ ശിക്ഷയാണ്, ശിക്ഷ വരാൻ പാടുന്നു നിങ്ങൾക്ക് എന്നുള്ള മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കും. അപ്പൊ അതിനവർ കണ്ടു കഴിഞ്ഞവ ഇമ്മ സായത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഖിയാമത്ത് നാളായിരിക്കും. ഖിയാമത്ത് നാൾ വരും ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ധരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ, അതവർ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഫസയഅലമൂന, അന്ന് അവർക്ക് അറിയാം, മൻഹുവ ശർറുൻ മക്കാനൻ, ഇവര് ഞങ്ങൾ വലിയ സ്ഥാനമാനങ്ങൾ, ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് അറിയാം, അതിന് മറുപടി ആയിട്ട് ഒന്ന് പറയാം, അപ്പൊ അവർക്ക് അറിയാം, മൻ, ആരാണ് ഹുവ ഷർറുൻ മക്കാനൻ, അവൻ സ്ഥാനത്താൽ വളരെ മോശമായവനാണ് എന്ന്, ആരാണ് മോശമായവർ എന്നറിയാൻ പാടാത്ത ചിന്ത, ദുർബലമായ സൈന്യമുള്ളതും ആർക്കാണെന്നറിയാം, ഞങ്ങൾ വലിയ സ്വാധീനമുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ഇവർക്ക് ഈ സ്ഥാനമാനങ്ങൾ മോശമായ ആളുകൾ, അതുപോലെ തന്നെ ആൾസ്വാധീനം ഇല്ലാത്ത ദുർബലമായ സൈന്യം, ആൾസ്വാധീനം, അങ്ങനെ വരുമ്പോൾ ആരാണ് അതൊക്കെ എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അവർ അനുഭവിക്കാൻ പോണ കാര്യങ്ങളാണെന്ന് അല്ലാഹു പറയാണ്. അപ്പോൾ 75 ആയത്തുകളാണ്, 75ാമത്തെ ആയത്താണ് ഇപ്പൊ പറഞ്ഞത്. 5 ആയത്തുകൾ, 88ാമത്തെ വീഡിയോയിൽ 5 ആയത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 76 ആയത്ത് മുതൽക്ക് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.